നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ. 27 വർഷത്തെ സേവന പാരമ്പര്യവുമായി ആൽഫാൻ കർട്ടൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആൽഫാൻ കർട്ടൻസ്, കാളികാവ് റോഡ്, വണ്ടൂർ. സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ്. ഒക്ടോബർ 9 മുതൽ 15 വരെ സഫ ജ്വല്ലറിയുടെ മേലാറ്റൂർ, വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ. ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ. സഫ ജ്വല്ലറി. നിലമ്പൂർ മണ്ഡലത്തിൽ UDF വലിയ വിജയം നേടുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് MLA. PV അൻവറിന്റെ പാർട്ടിയുമായി നിലവിൽ ധാരണയില്ലെന്നും MLA. UDFൽ പുതിയ കക്ഷികളെ ചേർക്കുന്ന കാര്യം സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ വലിയ ഐക്യത്തോടെയാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടുള്ളത്. നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും സീറ്റുകളൊക്കെ ധാരണയായി. UDF സീറ്റുകളെല്ലാം ധാരണയായി. മാത്രമല്ല UDFന്റെ സ്ഥാനാർത്ഥികളും ധാരണയായി. വരുന്ന ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളുമായി മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, പണ്ടൊക്കെ ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥികളൊക്കെ തീരുമാനിക്കുന്നതിന് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ പ്രത്യേകത, ഒരു ഇടത്ത് പോലും ഒരു വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എല്ലായിടത്തും വാർഡുകളിൽ നിന്ന് അവർ ഐക്യകണ്ഠേന തീരുമാനിച്ച് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുന്നത്. 1-2 വാർഡുകൾ, ചില വാർഡുകളിൽ മാത്രം ചിലവര് 1-2 പേർ, തർക്കമല്ല, അവിടെ സമാന യോഗ്യതയുള്ള ആളുകൾ അവിടെ വരുമ്പോ ആര് വേണമെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും ഇടപെടേണ്ടി വന്നിട്ടില്ല. സാധാരണ നിയോജകമണ്ഡലം കമ്മിറ്റി അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് ഒക്കെയാണ് സാധാരണ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. പക്ഷേ ഒരു പഞ്ചായത്തിൽ പോലും ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇന്നും നാളെയുമായി മുഴുവൻ UDFന്റെ പഞ്ചായത്തുകളെ സ്ഥാനാർത്ഥികളെയും കണ്ടെത്തി കഴിഞ്ഞു. അതിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. ഒരു വലിയ മുന്നേറ്റം ഈ നിയോജക മണ്ഡലത്തിൽ UDFനുണ്ടാവും. ഇപ്പൊ നിലവിൽ 5 പഞ്ചായത്തുകളാണ് ഉള്ളത്. ആ 5 പഞ്ചായത്തുകൾ എന്നത് 7 പഞ്ചായത്തും നിലമ്പൂർ നഗരസഭയും ചേർത്ത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും UDF കൈയടക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ വലിയ സൂചനകൾ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ മാത്രമല്ല, ജനങ്ങളുടെ പിന്തുണയിലൊക്കെ അതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേതൃത്വം നമ്മളെ അറിയിക്കും. സംസ്ഥാന നേതൃത്വം നമ്മളെ അറിയിക്കും. സംസ്ഥാന നേതൃത്വം എന്തെങ്കിലും നമ്മൾ അറിയിച്ചാൽ മാത്രമേ നമുക്ക് അത്തരം കാര്യങ്ങളിൽ, സംസ്ഥാന നേതൃത്വമാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. അല്ല, അത് ആവശ്യപ്പെടുമ്പോഴല്ലേ. സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിലാണ് ഈ കാര്യം ഉള്ളത്. സംസ്ഥാന നേതൃത്വം അത് പരിഗണിക്കുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങൾ ആലോചിച്ചാൽ മതിയല്ലോ. ഇല്ല, എനിക്കും അങ്ങനെ ഔദ്യോഗികമായി യാതൊരു വിവരങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഇതുവരെ ഇല്ല. ഇനി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നതിൽ വരുമ്പോഴല്ലേ നമുക്ക് തോന്നാം. അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോ അതൊന്നും അല്ലല്ലോ. ഇവിടെ UDF ആണ് കഴിഞ്ഞ കാലത്ത് ഒക്കെ ഉള്ളത്. UDFന്റെ സീറ്റ് ചർച്ചകളാണ്. UDFന്റെ സീറ്റ് ചർച്ചകളെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വം അതിൽ യുക്തമായ തീരുമാനം എടുക്കും. ആ തീരുമാനം ആണല്ലോ നമ്മൾ അനുസരിക്കേണ്ടത്. സമ്പൂർണ്ണ വിജയം 7 പഞ്ചായത്തും നഗരസഭയും. അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് 10 ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 30 വരെ. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്,